പശു പശു അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ ലക്ഷ്മിക്കുട്ടി എന്നാണ് പേര്. ഇതിനെന്തിനാ ഇവിടെ കൊണ്ടുവന്ന് കിട്ടുന്നത്? കുറച്ച് കഴിയുമ്പോൾ സാറ് പറയും ഇവിടുത്തെ പുല്ലൊക്കെ ചെത്തിക്കളയാൻ പറയും. പശു ആകുമ്പോഴത്തേക്ക് പുല്ലൊക്കെ തിന്നുമല്ലോ, പിന്നെ ചാണകവും കൂടെ കിട്ടും. എനിക്കെന്തിനാ ചാണകം? ജൈവ പച്ച കൃഷിയല്ലേ നമ്മൾ ചെയ്യണത്, അപ്പൊ ചാണകം മസ്റ്റാണല്ലോ. എടാ പുറിഞ്ചു, നീ ആണടാ മണ്ണിന്റെ മണമുള്ള മനുഷ്യൻ. എടാ നീ ശരിക്കും പറഞ്ഞ ഈ കോളേജിലൊന്നും പഠിക്കേണ്ടവനൊന്നുമല്ല. പിന്നെ എനിക്ക് പറ്റിയ പണി കൃഷി തന്നെയാണ്. പോയി അത് ചെയ്യും. ലക്ഷ്മിക്കുട്ടി ധൈര്യം. പുറിഞ്ചിന്റെ പുതിയ കൂട്ടുകാരാണ് ലക്ഷ്മിക്കുട്ടി. ഞാനിങ്ങനെ വിചാരിക്കുന്നു, പഠിക്കാൻ വിട്ട സമയത്തെ അതിനെക്കാട്ടി പശുവിനെ അങ്ങനെ വാങ്ങിച്ചു തന്നെങ്കിൽ പാലും കുടിക്കായിരുന്നു. കാര്യമായിട്ട് സംഭവം നല്ല ഓക്കെ അല്ലേ? എനിക്കറിയാം പേടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഒന്നും ഉണ്ടാവില്ല. കൊണ്ടോടാ സാറേ, ആശുപത്രി പോ സാറേ. ആരൊക്കെ പിടിച്ചിരിക്കുന്നത്? ഞങ്ങളെല്ലാരും സാറേ. സംഗീത ടീച്ചർ ഉണ്ടോ മക്കളെ? ടീച്ചറില്ല. ടീച്ചറില്ലേ? മക്കളാ ചേച്ചി പശു വന്നല്ലേ? ഏത് പശു? അഴിച്ചോണ്ട് പോയത്. ഇവിടെ വന്നിട്ടില്ല. വന്നില്ലേ? എന്തേ പശു? പശുവിനെ ഇങ്ങോട്ട് അഴിച്ചോണ്ട് വന്നപ്പോ പശുവിന്റെ ഇങ്ങോട്ടൊരു പശു വന്നിട്ടില്ല. എന്തേ എന്റെ പശു? ചേച്ചി ഒരു പശു അകത്ത് കരയണുണ്ടല്ലോ. അത് വേറെ പശു. ഇവിടുന്ന് കൊണ്ടുപോയ പശു അത് ഞാൻ കൊണ്ടുപോയ പശുവിന്റെ അതേ ശബ്ദം അല്ല. ഇവിടുന്ന് കൊണ്ടുപോയ പശുവിനെ കൊണ്ടുപോവാ. ഇവിടുന്ന് കൊണ്ടുപോയ പശു ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരണ വഴിക്ക് പറയണ കേക്ക്, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണ വഴിക്ക് ഞാൻ പശുവിന്റെ കൂടെ ചോദിച്ചു, പശു വീട്ടിൽ ഒറ്റയ്ക്ക് പോവോന്ന് ചോദിച്ചു. ലക്ഷ്മിക്കുട്ടി ഒറ്റയ്ക്ക് പോവോന്ന് ചോദിച്ചപ്പോ ലക്ഷ്മിക്കുട്ടി പറഞ്ഞു, ആ ലക്ഷ്മിക്കുട്ടി എന്ത് പറഞ്ഞാലും അങ്ങനെ തലയാട്ട്. ഇവിടുന്ന് കൊണ്ടുപോയ പശു എന്തേ? ഇങ്ങനെ കാണിച്ച് വീട്ടിൽ പോകാന്ന്. ആണോ? എന്റെ പശുവിനെ പോയി കൊണ്ടുപോറാ. എന്റെ പശുവിനെ പോയി കൊണ്ടുപോകാ.